നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് PV റേഷ്യോ. സെക്കൻഡ്, പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹30,000. 30,000 സെയിൽസ് ആകുമ്പോൾ പ്രോഫിറ്റ് എത്രയെന്നുള്ളത് കണ്ടെത്തണം. ആൻഡ് ന്യൂ ബ്രേക്ക് ഈവൻ പോയിന്റ് ഈഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 20% ആൻഡ് ഇൻക്രീസ്ഡ് ബൈ 20%. സെല്ലിംഗ് പ്രൈസ് 20% റെഡ്യൂസ് ചെയ്യുമ്പോഴും ഇൻക്രീസ് ചെയ്യുമ്പോഴും ന്യൂ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ്? PV റേഷ്യോ കാണണം, പ്രോഫിറ്റ് കാണണം. അങ്ങനെ 30,000 സെയിൽസ് ആകുമ്പോൾ പ്രോഫിറ്റ് എത്രയെന്നുള്ളത് കണ്ടെത്തണം. അതുപോലെ പുതിയ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്തണം. ഏതൊക്കെ സിറ്റുവേഷനിൽ? 20% സെല്ലിംഗ് പ്രൈസിൻ്റെ 20% റെഡ്യൂസ് ചെയ്യുമ്പോഴും ഇൻക്രീസ് ചെയ്യുമ്പോഴും ന്യൂ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയെന്നുള്ളതും കണ്ടെത്തണം. നമുക്ക് തന്നുള്ള ഇൻഫർമേഷൻ ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഫിക്സഡ് എക്സ്പെൻസസ് ₹6,000 ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ₹15,000. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ PV റേഷ്യോ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. PV റേഷ്യോ ക്യാൻ ബി ഫൗണ്ട് ഫ്രം ഫിക്സഡ് എക്സ്പെൻസസ് ആൻഡ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റും ഫിക്സഡ് എക്സ്പെൻസും ആണ് തന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ PV റേഷ്യോ കാണണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മുന്നേ തന്നിട്ടുള്ളതാണ്. PV റേഷ്യോ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കൂ. അപ്പോൾ PV റേഷ്യോ ആണെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ അല്ലേ? അല്ല, ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് PV റേഷ്യോ എത്രയെന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ബ്രേക്ക് ഈവൻ പോയിന്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് PV റേഷ്യോ കാണാം. 6,000 ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എത്രയാണ്? 40% PV റേഷ്യോ കിട്ടും. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 40% നമുക്ക് PV റേഷ്യോ കിട്ടി. അപ്പോൾ ഫസ്റ്റ് കഴിഞ്ഞു. സെക്കൻഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹30,000. സെയിൽസ് 30,000 ആകുമ്പോൾ പ്രോഫിറ്റ് എത്ര കിട്ടും എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൽ C അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ക്യാൻ ബി ഫൗണ്ട് ബൈ അപ്ലൈയിങ് PV റേഷ്യോ ടു സെയിൽസ് ഫോർ വിച്ച് പ്രോഫിറ്റ്സ് ആർ ടു ബി ഫൗണ്ട്. C അറ്റ് സെയിൽസ് ഓഫ് ₹30,000. സെയിൽസ് 30,000 ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നുള്ളത് കാണണമെങ്കിൽ നമ്മൾ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ കഴിയുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് PV റേഷ്യോ അറിയാം, സെയിൽസും എത്രയെന്നുള്ളത് അറിയാം. കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? PV റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ചെയ്താൽ നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ കണ്ടെത്താം. അപ്പോൾ PV റേഷ്യോ 40% ആണ്, ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല, ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ്? 30,000 അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു 30,000 ഇൻറ്റു 40%. എത്ര വരും കോൺട്രിബ്യൂഷൻ? 12,000 കോൺട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആ 12,000 നിന്ന് ഫിക്സഡ് എക്സ്പെൻസസ് 6,000 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് മൈനസ് ചെയ്താൽ ഏതും കിട്ടും? പ്രോഫിറ്റ് 6,000 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് PV റേഷ്യോ എത്രയെന്നുള്ളത് നമ്മൾ കണ്ടെത്തി. രണ്ടാമത്തെ ക്വസ്റ്റ്യനായ പ്രോഫിറ്റ് 6,000 നമ്മൾ കണ്ടെത്തി. ഇനി നമ്മളോട് പറഞ്ഞുള്ളത് ന്യൂ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്താണ്. എങ്ങനെയൊക്കെയാണെങ്കിൽ 20% സെല്ലിംഗ് പ്രൈസ് 20% റെഡ്യൂസ് ചെയ്യുമ്പോഴും 20% ഇൻക്രീസ് ചെയ്യുമ്പോഴും പുതിയ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നോർമലി എത്രയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്കവിടെ തന്നിട്ടുണ്ട് അല്ലേ? 15,000 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡിക്രീസ് ചെയ്യുമ്പോഴും ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയെന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. നോക്കി നോക്കൂ. ഈ സെല്ലിംഗ് പ്രൈസ് ഈസ് ₹100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയെന്നുള്ളതൊന്നും നമുക്കറിയില്ല, തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക, 100 ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ
സെല്ലിംഗ് പ്രൈസ് 100 ആണെങ്കിൽ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 20% റെഡ്യൂസ് ചെയ്താൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 100ൻ്റെ 20% പറഞ്ഞാൽ 20 അല്ലേ? 100ൽ നിന്ന് 20 മൈനസ് ചെയ്താൽ ബാക്കി എത്ര വരും? 80 വരും. അപ്പോൾ 80 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? ഇവിടെ പി വി റേഷ്യോ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 40% ആണെന്ന് നമ്മൾ മുന്നേ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 40% ആണ് പ്രോഫിറ്റ് എങ്കിൽ വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും? 60% ആയിരിക്കില്ലേ? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 80 കിട്ടി, വേരിയബിൾ കോസ്റ്റ് 16 കിട്ടി നമുക്ക്. ഓക്കെ, ഇനി അത് വെച്ച് നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണം. കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് ഇവിടെ നമ്മൾ പെർ യൂണിറ്റിലാണ് ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്തതാണ് ഇത്രയെന്ന് പറഞ്ഞിട്ട് 100നെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അത് പെർ യൂണിറ്റിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണമെങ്കിൽ സെയിൽസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് രണ്ടും നമുക്കറിയാം. എത്രയാണ്? 80 മൈനസ് 60 എത്രയാണ്? 20. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമുക്ക് 20 കിട്ടി. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? പുതിയ പി വി റേഷ്യോ കണ്ടെത്തിക്കൂടെ? പുതിയ പി വി റേഷ്യോ എങ്ങനെ കാണും? കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ് പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ 20 നമ്മൾ കണ്ടെത്തിയത് 20 ഡിവൈഡഡ് ബൈ 80. സെയിൽസ്, പുതിയ സെയിൽസ് എന്ന് പറയുന്നത് 80 ആണ്. ഇൻറ്റു 100 ചെയ്താൽ 25% നമുക്ക് പി വി റേഷ്യോ, പുതിയ പി വി റേഷ്യോ കിട്ടും. ആ പി വി റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്ത് കാണണം? പുതിയ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കണ്ടെത്തണം. അപ്പോൾ ന്യൂ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഈക്വൽ ടു എങ്ങനെ കാണുക? ഫിക്സഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് 6000 ആണ് തന്നിട്ടുണ്ട്. പുതിയ പി വി റേഷ്യോ നമ്മൾ കണ്ടെത്തിയത് എത്രയാണ്? ഇവിടെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് മാറുമ്പോൾ പി വി റേഷ്യോയിലും വ്യത്യാസം വരും. എത്രയാണ്? 25% ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പുതിയ ബ്രേക്ക് ഈവൻ പോയിൻ്റ് 24,000 കിട്ടും. അതേപോലെ ഇനി ഇൻക്രീസ് ചെയ്താൽ എങ്ങനെ ചെയ്യാൻ നോക്കുക? ഇതേപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. നോക്കി നോക്കൂ. സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 20%. അങ്ങനെയാണെങ്കിൽ ന്യൂ സെല്ലിംഗ് പ്രൈസ് വിൽ ബി 20% ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 100 പ്ലസ് 20% എത്ര? 120 വരും അല്ലേ? 100 പ്ലസ് 20 120. അങ്ങനെയാണെങ്കിൽ പുതിയ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയായിരിക്കും? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലേ? വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 100നെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 40. നമുക്ക് മുന്നേ തന്നുള്ള പി വി റേഷ്യോ എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? 40% ആണ്. അപ്പോൾ അവിടെ ബാക്കി വരുന്ന 60% എന്തായിരിക്കും? വേരിയബിൾ കോസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ 120 മൈനസ് 60 ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്ര കിട്ടി? 60 കിട്ടി. അതിൽ നിന്ന് പുതിയ പി വി റേഷ്യോ, ഇവിടുത്തെ പി വി റേഷ്യോ കാണും. അപ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് എത്ര വരും? 60 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 50% നമുക്ക് പുതിയ പി വി റേഷ്യോ കിട്ടി. ഇനി ആ പി വി റേഷ്യോ വെച്ചിട്ട് നമ്മൾ പുതിയ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കണ്ടെത്തണം. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എത്ര? 6000 ഡിവൈഡഡ് ബൈ 50% 12,000 നമുക്ക് പുതിയ ബ്രേക്ക് ഈവൻ പോയിൻ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ആ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. The directors of Cochin Trading Company Limited are considering the sales budget for the next budget period. നെക്സ്റ്റ് ബഡ്ജറ്റ് പീരീഡിലേക്കുള്ള ഒരു സെയിൽസ് ബഡ്ജറ്റാണ് തന്നിട്ടുള്ളത് ഡയറക്ടേഴ്സ് ഓഫ് കൊച്ചിൻ ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡിൻ്റെ. ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ മെയ്ഡ് അവൈലബിൾ ഫ്രം ദി കോസ്റ്റ് റെക്കോർഡ്സ് എന്നുള്ള ഇൻഫർമേഷൻസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, പ്രോഡക്റ്റ് എ, പ്രോഡക്റ്റ് ബി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. 2 പ്രോഡക്റ്റിൻ്റെയാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, 2 എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്. 2025 ഡയറക്റ്റ് വേജസ് അറ്റ് റേറ്റ് ₹2 പെർ അവർ. പെർ അവറിന് 2 രൂപ വെച്ചിട്ട് എത്ര അവറാണ്? 5 അവറും 7.5 അവേഴ്സുമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സെല്ലിംഗ് പ്രൈസ് 60, 100. വേരിയബിൾ ഓവർഹെഡ്സ് 100% ഓഫ് ഡയറക്റ്റ് വേജസ്. ഫിക്സഡ് ഓവർഹെഡ് 10,000 പെർ ആണ്. പിന്നെന്താ പറഞ്ഞുള്ളത്? യു ആർ റിക്വയർഡ് ടു പ്രസൻറ്റ് ടു ദി മാനേജ്മെൻറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് എ മാർജിനൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ആൻഡ് ടു റെക്കമെൻഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെയിൽസ് മിക്സ് ഷുഡ് ബി അഡോപ്റ്റഡ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് താഴെ കുറേ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 തന്നിട്ടുണ്ട്. സെയിൽസ് മിക്സുകൾ തന്നിട്ടുണ്ട്. ഇതിലേത് സെയിൽസ് മിക്സ് യൂസ് ചെയ്താലാണ്
പ്രോഫിറ്റബിളായിട്ട് ആ ഫേമിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഈ 4 സെയിൽസ് മിക്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് സെയിൽസ് മിക്സ് യൂസ് ചെയ്താലാണ് പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കി നോക്കുക എങ്ങനെ ചെയ്യാൻ നോക്കാം. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഹെഡിങ് കൊടുക്കുക. 2 പ്രോഡക്റ്റുകളാണ് തന്നത്, എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 60, 100 അല്ലേ? സെല്ലിംഗ് പ്രൈസ് 60, 100 തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യണം അല്ലേ? എന്നാലല്ലേ കോൺട്രിബ്യൂഷൻ കിട്ടുള്ളൂ. വേരിയബിൾ കോസ്റ്റ് ഇവിടെ എത്രണ്ണം വരുന്നുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്, ഡയറക്റ്റ് വേജസ് വരുന്നുണ്ട്, വേരിയബിൾ ഓവർ ഹെഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉം നമ്മൾ ചെയ്യണം. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 20, 25 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ഇന്നർ കോളത്തിലാണ് കാണിച്ച്, ഒരുപാടുള്ളത് കൊണ്ട് ഇന്നർ കോളത്തിൽ കാണിച്ച് ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് മാറ്റി എഴുതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ 20, 25. ഇനി നെക്സ്റ്റ് ഡയറക്റ്റ് വേജസ് അത് പറഞ്ഞാൽ 2 per hour. 1 ഹവറിന് 2 രൂപ വെച്ചിട്ട് എത്രയാണ്? 5 ഹവറാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ആ 5 × 2 എത്ര? 10 അല്ലേ? ഇനി നെക്സ്റ്റ് ബിയുടെ നോക്കി നോക്കൂ. 7.5 × 2 എത്രയാണ്? 15. അപ്പോൾ അത് കിട്ടി. ഇനി നമ്മളോട് ഏതാണ്? വേരിയബിൾ ഓവർ ഹെഡാണ് അതിൽ വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വേരിയബിൾ ഓവർ ഹെഡ്സ് 100% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ 100% വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് വേജസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ 10ഉം എയിൽ 10, ബിയിൽ 50. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടി? എയിൽ 40 കിട്ടി, ബിയിൽ 15ഉം കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ 60ൽ നിന്ന് 40 മൈനസ് ചെയ്താൽ 20 കിട്ടി, 100ൽ നിന്ന് 55 മൈനസ് ചെയ്താൽ 45ഉം കിട്ടി. അതെന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി, 45ഉം കിട്ടി. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി സെയിൽസ് മിക്സ്, ഓരോന്നിൻ്റെ സെയിൽസ് മിക്സിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടെത്തണം. എന്നിട്ട് അത് കമ്പയർ ചെയ്ത് ഏതിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് നോക്കി നോക്കൂ. ഇവിടെ കോൺട്രിബ്യൂഷൻ A20, B45. A20, B45. ഇനി ഇത് വെച്ച് നമ്മൾ ചെയ്ത് നോക്കാം. നോക്കി നോക്കൂ. ഫസ്റ്റ് എ സെയിൽസ് മിക്സ് എത്രയാണ് തന്നിട്ടുള്ളത്? 450 യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് 300 യൂണിറ്റ്സ് ഓഫ് ബി ആണ് തന്നിട്ടുള്ളത് അല്ലേ? എയിൽ എത്രയാണ്? 450 യൂണിറ്റ്സും ബിക്ക് 300 യൂണിറ്റ്സുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? എയുടെ എത്രയാണ്? 20 ആണ്, ബിയുടെ 45 ആണ് അല്ലേ? അപ്പോൾ 450 യൂണിറ്റ്സ് ഇൻറ്റു 20 എയുടെ. ബിയുടെ എങ്ങനെ വരും? 300 യൂണിറ്റ്സ് ഇൻറ്റു 45 അല്ലേ? ടോട്ടൽ സെയിൽസ് എത്രയാണ്? 450 ആണ്. അവിടെ കോൺട്രിബ്യൂഷൻ വരുന്നത് 20 ആണ്. നെക്സ്റ്റ് ബിയുടെ എത്രയാണ്? 300 യൂണിറ്റ്സ് ആണ്. അവിടെ കോൺട്രിബ്യൂഷൻ വരുന്നത് 45 ആണ്. അപ്പോൾ ചെയ്ത് നോക്കൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് 9,000 കിട്ടും, സെക്കൻഡ് 13,500, ടോട്ടൽ 22,500 കിട്ടും. ഇനി അതിൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 10,000 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ടോട്ടൽ സെയിൽസ് എത്രയാണ്? 22,500 കിട്ടി. അതിൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ, ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? ടോട്ടൽ കോൺട്രിബ്യൂഷനാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ടോട്ടൽ കോൺട്രിബ്യൂഷനാണ്. ആ ടോട്ടൽ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് എത്രയാണ്? 10,000 മൈനസ് ചെയ്താൽ പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടും? 12,500 കിട്ടും. അപ്പോൾ ഫസ്റ്റ് സെയിൽസ് മിക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കി നോക്കൂ. ബി എന്ന് പറഞ്ഞിട്ട് എത്രയാണ് തന്നിട്ടുള്ളത്? സെയിൽസ് മിക്സ് 9,000 യൂണിറ്റ്സ് ഓഫ് എ ഓൺലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം ചെയ്യുക. എങ്ങനെ? കോൺട്രിബ്യൂഷൻ ഓഫ് 9,000 യൂണിറ്റ്സ് എത്രയാണ്? എയുടെ എത്രയാണ്? എ ഓൺലി അല്ല, എക്ക് 20 ആണ്. അപ്പോൾ 900 ഇൻറ്റു 20 ചെയ്താൽ 18,000 കിട്ടും. ഈ 18,000ൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് 10,000 മൈനസ് ചെയ്താൽ 8,000 ആണ് സെക്കൻഡ് കേസിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി തേർഡ് കേസ് നോക്കി നോക്കൂ. സെയിൽസ് മിക്സ് 600 യൂണിറ്റ്സ് ഓഫ് ബി ഓൺലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
അപ്പോൾ 6000 യൂണിറ്റ്സ് ഇൻറ്റു ബി ആകുമ്പോൾ 45 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27,000. ഫിക്സഡ് എക്സ്പെൻസ് 10,000 മൈനസ് ചെയ്താൽ 17,000 പ്രോഫിറ്റ്. സിയുടെ കേസും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് കേസ് ഡി. സെയിൽസ് മിക്സ് 600 യൂണിറ്റ്സ് ഓഫ് എ ആൻഡ് 200 യൂണിറ്റ്സ് ഓഫ് ബി. 600 ഇൻറ്റു 20, 200 ഇൻറ്റു 45 ചെയ്താൽ 21,000 ടോട്ടൽ കോൺട്രിബ്യൂഷൻ. അതിൽ നിന്ന് ഫിക്സഡ് എക്സ്പെൻസ് 10,000 മൈനസ് ചെയ്താൽ 11,000. അപ്പോൾ ഇത് ഈ 4 കേസും പ്രോഫിറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് നമുക്ക് 12,500, സെക്കൻഡ് 8,000, തേർഡ് 17,000, ലാസ്റ്റ് 11,000. അപ്പോൾ ഏത് സെയിൽസ് മിക്സ് യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്? ഈ സി, മൂന്നാമത്തെ കേസ് ചെയ്തപ്പോഴല്ലേ 17,000 ചെയ്തപ്പോഴാണ് നമുക്ക് ആ സെയിൽസ് മിക്സാണ് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിവിടെ നമ്മൾ എഴുതി വയ്ക്കുക. ദ സെയിൽസ് മിക്സ് സി ദാറ്റ് ഈസ് 600 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ബി ഈസ് റെക്കമെൻഡഡ് ബിക്കോസ് ഇറ്റ് ഈൽഡ്സ് മാക്സിമം പ്രോഫിറ്റ്. നമ്മൾ റെക്കമെൻഡ് ചെയ്തതാണ് സി മൂന്നാമത്തെ സെയിൽസ് മിക്സ് ആണ്. എന്തുകൊണ്ടാണ്? അതിനാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.